പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വ ആലിഹി വസഹ്ബിഹി വമൻ വാലാ വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ യഥാർത്ഥ ബിർ, പുണ്യം, അതേപോലെ യഥാർത്ഥ പുണ്യാളൻ ആരെന്ന വിശദീകരണത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വലാകിന്നൽ ബിർറ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ എന്ന് തുടങ്ങി ബിറിൻ്റെ ഗണം അല്ലെങ്കിൽ പുണ്യാളന്മാരുടെ ഗണം അത് വിശദീകരിക്കവേ നമ്മൾ വ അഖാമ സ്വലാത്ത വ ആത സക്ക ഇതുവരെയാണ് പറഞ്ഞു വെക്കുകയുണ്ടായത്. നിസ്കാരം യഥാവിധം നിർവഹിക്കുക, സക്കാത്ത് അത് നൽകി വീട്ടുകയും ചെയ്യുക എന്നീ കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണ് നമ്മൾ പഠിച്ചു പോയത്. ഇനി അതിൻ്റെ തുടർച്ചയിൽ വൽ മൂഫൂന ബി അഹദിഹിം ഇദാ അഹദു എന്നതാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് തുടർന്ന് പഠിക്കുന്നത്. വൽ മൂഫൂൻ, ഇവിടെ വാവു വാവുൽ അത്ഫ്. അൽ മൂഫൂൻ എന്നത് ഔഫ എന്ന ക്രിയയിൽ നിന്ന് ഉൽപ്പന്നമാണ്. ഔഫ എന്ന് പറഞ്ഞാൽ പാലിച്ചു, പൂർത്തീകരിച്ചു. വഫ എന്ന് പറയും ഒരേ അർത്ഥത്തിൽ. കരാർ പാലിച്ചു, വാക്ക് പാലിച്ചു എന്നൊക്കെ അർത്ഥത്തിൽ വഫ എന്ന് പറയും. അൽ വഫാ ഉ എന്നത് അൽ ഖദർ എന്നതിൻ്റെ വിപരീതാർത്ഥത്തിലാണ്. അൽ ഖദർ, ഖദർ വഞ്ചനയാണ്, ചതി. വഫ എന്ന് പറഞ്ഞാൽ അപ്പോൾ കരാർ പാലനം, കരാർ പൂർത്തീകരണം. ഔഫ നമുക്കിത് മുമ്പ് വന്നു പോയിട്ടുണ്ട്. ഇസ്രായേല്യരോട് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ ഓർത്ത് ഉദ്കുറു നിഅമതി അല്ലതി അൻഅംതു അലൈക്കും വ ഔഫു ബി അഹദി ഊഫി ബി അഹദിക്കും. അവിടെ ഔഫു ബി അഹദി എന്ന് പറയല്ലേ, അവിടെ ഈ പദം നമുക്ക് വന്നു പോയിട്ടുണ്ട്. അതിൽ നിന്നുള്ള ഇസ്മാണ് വൽ മൂഫൂൻ. അൽ മൂഫി ഏകവചനം, അൽ മൂഫൂൻ അതിൻ്റെ ബഹുവചനം. ഉദ്ദേശം പാലിക്കുന്നവർ, പുലർത്തുന്നവർ, കരാർ പാലിക്കുന്നവർ എന്നൊക്കെ അർത്ഥത്തിൽ. ഒരു ഹദീസ് അതിൽ കാണാം, അൻകഹ്തു അബൽ ആസ് ഇബ്ന റബീഅ ഹദ്ദസനി ഫസദഖനി വവഅദനി ഫവഫാലി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറഞ്ഞതാണിത്. അലി റളിയല്ലാഹു തആല അൻഹു, ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ നിലവിൽ ഭാര്യയായിരിക്കെ അബൂജഹലിൻ്റെ മകൾ ജമീലയെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് വിവാഹാന്വേഷണം നടത്തി. അപ്പോൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ അത് അറിയുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് അതിൽ സങ്കടപ്പെടുകയും ചെയ്തു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയത്തിൽ പറഞ്ഞതാണിത്. ബനു മഖ്സൂം കുടുംബമാണല്ലോ, അബൂജഹലിൻ്റെ ഒക്കെ കുടുംബം. അപ്പോൾ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സമ്മതം ചോദിക്കേണ്ടായി. ഇങ്ങനെ അലി വിവാഹ അഭ്യർത്ഥന നടത്തുന്നുണ്ട്, ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന വിഷയത്തിൽ. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയത്തിൽ ഞാൻ സമ്മതം തരില്ല, കാരണം ഫാത്തിമ ബിദ്അത്തു മിന്നി, എൻ്റെ ഒരു കഷ്ണമാണ്. യുരീബുനി മാ അറാബഹ, അവർക്ക് അനിഷ്ടകരമായത് എനിക്ക് അനിഷ്ടകരമാണ്. വയുദീനി മാ അദഹ, അവരെ ദ്രോഹിക്കുന്നത് എന്നെയും ദ്രോഹിക്കുന്ന വിഷയമാണ്. വയുദ്ദിബുനി മൻ അഗ്ദബഹ, അവരെ ദേഷ്യപ്പെടുത്തുന്നവർ എന്നെയും ദേഷ്യപ്പെടുത്തുന്നവനാണെന്നൊക്കെ പിന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. പിന്നെ പറഞ്ഞു വ ഇന്നി അതഖവ്വഫ് അൻ യുഫ്തന ഫീ ദീനിഹ, അവരുടെ ദീനി നിഷ്ഠയിൽ അവർ പരീക്ഷിക്കപ്പെടും, ഫാത്തിമ പരീക്ഷിക്കപ്പെടുമെന്ന് ഞാൻ ഭയക്കുകയാണ്. എന്നിട്ട് പിന്നെ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് അബുൽ ആസിബിൻ റബിയനെ കുറിച്ച്. അബുൽ ആസിബിൻ റബിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പുത്രി സൈനബിനെ കല്യാണം കഴിച്ച മഹാനാണല്ലോ. അബുൽ ആസിബിൻ റബിയ അലി ചെയ്തതുപോലെ സൈനബിനെ വിവാഹം കഴിച്ചിട്ട് മറ്റൊരു വിവാഹാഭ്യർത്ഥന നടത്തിയില്ല. ഹദ്ദസനി ഫസദഖനി, അദ്ദേഹം എന്നോട് സംസാരിച്ചു, സംസാരത്തിൽ സത്യസന്ധത പുലർത്തി. വവഅദനി, എന്നോട് കരാർ ചെയ്തു. ഫവഫാലി, ആ കരാർ അദ്ദേഹം എന്നോട് അതിൽ വാക്ക് പാലിച്ചു, കരാർ പാലിച്ചു എന്ന് അവിടെ പറയുണ്ടായി. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അലി റളിയല്ലാഹു തആല അൻഹു പിന്നെ ആ ഖിത്ബത്തിനെ ഉപേക്ഷിച്ചു എന്നാണ് അതോടുകൂടി. ഏതായാലും ഇവിടെ വിഷയം ഞാൻ പറഞ്ഞതാണ്. ഈ വഫ എന്ന് പറഞ്ഞെങ്കിൽ ഔഫ എന്ന അർത്ഥത്തിൽ കരാർ പാലിച്ചു, വാക്ക് പാലിച്ചു എന്നർത്ഥത്തിൽ. അതിൽ നിന്നുള്ള നാമമാണ് അൽ മൂഫൂൻ, വാക്ക് പാലിക്കുന്നവർ. അപ്പോൾ വൽ മൂഫൂൻ, വാക്ക് പാലിക്കുന്നവരും ആരാണ്? പുണ്യാളന്മാരാണ്, അല്ലെങ്കിൽ അവരുടെ പുണ്യമാണ് പുണ്യം. ബിർ,
വലാകിന്നൽ ബിർറ മൻ ആമന എന്ന് പറഞ്ഞല്ലേ, അവിടേക്കാണ് ഇതിൻ്റെ ഒക്കെ ബന്ധപ്പെടുന്നത്, അത്ഫ് ചെയ്യപ്പെടുന്നത്. ഇവിടെ വൽ മൂഫൂന കരാറ് പാലിക്കുന്നവരും പുണ്യാളരാണ്. ബി അഹദിഹിം തങ്ങളുടെ അഹദിനെ, അവിടെ ബി അഹദിഹിം അഹദ് എന്ന് പറഞ്ഞെങ്കിൽ കരാറുകൾ, ഉടമ്പടികൾ, രണ്ട് പദമുണ്ട്. ഒന്ന് അഹദ്, പിന്നൊന്ന് വാഴത്. അഹദും വാഴതും രണ്ടും എന്താണ്? കരാറുകൾ തന്നെയാണ്. പക്ഷേ ഒന്നൊന്നിനേക്കാൾ രണ്ട് ചേർത്ത് പറയുമ്പോൾ ആശയത്തിൽ നേരിയ വ്യത്യാസമുണ്ട്. പക്ഷേ പര്യായ പദമായിട്ടും പ്രയോഗിക്കും. പര്യായ പദമായിട്ട് പ്രയോഗിക്കപ്പെട്ടതാണ് ഇപ്പോൾ അല്ലാഹുമ്മ ഇന്നി അൻഷുദുക് അഹദക് വവഅദക്, അള്ളാഹുവേ നിൻ്റെ അഹദിനെയും വഅദിനെയും ഞാൻ നിന്നോട് ചോദിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദർ യുദ്ധത്തിൽ ദുആ ചെയ്തതിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ദുആ ചെയ്തത് മതി, അള്ളാഹു സുബ്ഹാനഹു വ തആല താങ്കളെ സഹായിക്കും എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുന്നത് തുടർത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ സമയത്ത് പ്രതികരിക്കുന്നൊരു വിഷയം നമ്മൾ ഹദീസുകളിൽ വായിക്കും. അവിടെ അല്ലാഹുമ്മ ഇന്നി അൻഷുദുക് അഹദക് വവഅദക്, അല്ലാഹുവേ നിൻ്റെ അഹദിനെയും നിൻ്റെ വഅദിനെയും, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുമെന്നുള്ള ഉടമ്പടി, കരാർ, വാക്ക്, അതാണ് അവിടെ പ്രയോഗം. ഇതേപോലെ നമുക്ക് സയ്യിദുൽ ഇസ്തിഗ്ഫാറിൽ അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖതനി വ അന അബ്ദുക് വ അന അലാ അഹദിക വ വഅദിക, ഞാൻ നിന്നോടുള്ള അഹദിലും വഅദിലുമാകുന്നു എന്ന് പറഞ്ഞില്ലേ. അഊദു ബിക മിൻ ശർരി മാ സനഅതു എന്ന് തുടങ്ങിയിട്ടുള്ള സയ്യിദുൽ ഇസ്തിഗ്ഫാർ, അവിടെ അഹദ് വന്നു, വഅദ് വന്നു. അവിടെയൊക്കെ കരാർ, ഉടമ്പടി എന്ന അർത്ഥത്തിലാണ്. എന്നാൽ ഈ അഹദും വഅദും നമ്മൾ പടപ്പുകളുടെ പ്രയോഗങ്ങളിൽ, പെരുമാറ്റങ്ങളിൽ, ഇടപാടുകളിൽ അർത്ഥത്തിൽ വ്യത്യാസം പറയപ്പെട്ടിട്ടുണ്ട്. അഹദും വഅദും രണ്ടാളുകൾക്കിടയിൽ അല്ലെങ്കിൽ രണ്ട് കൂട്ടർക്കിടയിലുള്ള വാഗ്ദാനമാണ്, ചെയ്യുമെന്നുള്ള ഉടമ്പടിയാണ്. പക്ഷേ ആരാണോ താൻ ചെയ്യുമെന്ന് ഉറപ്പ് നൽകുന്നത് അവൻ കൂടുതൽ ആണയിട്ട് അതേപോലെ സത്യം ചെയ്ത് തൻ്റെ കരാറിനെ, ഉടമ്പടിയെ ഉറപ്പിക്കുന്നത്, അതാണ് അഹദ്. ഫുഖഹാക്കൾക്കിടയിൽ ഒരു അഭിപ്രായ വ്യത്യാസം കാണാം. അഹദ് പൂർത്തീകരിക്കണം എന്നതിൽ ഖിലാഫില്ല, കാരണം അത് കുറേ സത്യങ്ങൾ ചെയ്ത് അത് കൂടുതൽ കടുത്ത ഭാഷയിലുള്ള ഉറപ്പിക്കലാണ്, അല്ലെങ്കിൽ സത്യം ചെയ്ത് കടുത്ത ഭാഷയിലുള്ള ഉറപ്പിക്കലാണ്. എന്നാൽ വഅദ് എന്ന് പറഞ്ഞെങ്കിൽ വാഗ്ദാനം നൽകലാണ്. അത് അഹദിനെ പോലെ ഒരു കടുത്ത പ്രയോഗത്തിലല്ല, ഒരാൾക്ക് വാക്ക് നൽകുക എന്നുള്ള വിഷയം, അതാണ് പൊതുവെ വഅദ് അറിയിക്കുക. അതുകൊണ്ട് തന്നെ ഫുഖഹാക്കൾ അഹദ് പാലിക്കൽ നിർബന്ധമാണെന്നുള്ളതിൽ ഖിലാഫില്ല, പക്ഷേ വഅദ് പാലിക്കൽ നിർബന്ധമാണോ അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. വഅദും പാലിക്കൽ നിർബന്ധമാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. കാരണം എന്താ? വഅദ് ലംഘിക്കൽ ആരുടെ സ്വഭാവമാണ്? ഇദാ വഅദ അഖ്ലഫ, കരാർ ചെയ്താൽ, വാക്ക് നൽകിയാൽ ലംഘിക്കൽ കപടവിശ്വാസിയുടെ ലക്ഷണമാണ്. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസി അവനിൽ കാപട്യം വരാൻ പാടുള്ളതല്ല. അതുകൊണ്ട് വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വാക്ക് പാലിക്കൽ നിർബന്ധമാണ് എന്നാണ് പല ഫുഖഹാക്കളുടെയും പക്ഷം. ഞാനത് പറഞ്ഞത് ഈ അഹദും വഅദും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാനാണ്. പക്ഷെ പലപ്പോഴും ഇത് ഒരേ അർത്ഥത്തിൽ പ്രയോഗിക്കപ്പെടും എന്നുള്ളതാണ്. എന്നാൽ സൂക്ഷ്മമായ വിശകലനം ഈ പദങ്ങളുടെ വ്യത്യാസത്തെക്കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ ഒരു വിഷയം പറയപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും നമുക്ക് അതിൽ ചില മസലകൾ മനസ്സിലാക്കാനുണ്ട്. ആയത്തിൻ്റെ ബാക്കി അർത്ഥം പറഞ്ഞതിന് ശേഷം, വൽ മൂഫൂന ബി അഹദിഹിം, തങ്ങളുടെ അഹദ്, കരാർ, അത് പാലിക്കുന്നവരും പൂർത്തീകരിക്കുന്നവരുമാകുന്നു പുണ്യാളൻ, അല്ലെങ്കിൽ അവരുടെ പുണ്യമാകുന്നു യഥാർത്ഥ പുണ്യം. ഇദാ അഹദു, ഇവിടെ ഇദാ എന്നുള്ളത് ഇതിനെക്കുറിച്ച് പറയും, ഇത് ബർഫിയത്തുൻ മഹദ്ദ എന്ന്. ബർഫിയത്തുൻ മഹദ്ദ എന്ന് പറഞ്ഞാൽ കരാർ ചെയ്ത മാത്രയിൽ, തൽക്ഷണം, കരാർ ചെയ്ത ആ സമയം മുതൽ എന്ന അർത്ഥം തരാനാണ്. അല്ലാതെ ഇതാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഷർത്തീയ എന്ന് പറയുമല്ലോ, അങ്ങനെ കരാർ ചെയ്താൽ എന്നൊരാശയത്തെ ധ്വനിപ്പിക്കാനല്ല, പിന്നെയോ കരാർ ചെയ്ത മാത്രയിൽ എന്ന ആശയത്തെ ധ്വനിപ്പിക്കാനാണ്. അതുകൊണ്ട് പറയും ഈ ഇത എന്നുള്ളത് മുജറദത്തുൻ അനി ഷർത്തീയ, ഷർത്തീയയിൽ നിന്ന് അത് മുജറദത്താണ്, ഷർത്തിൻ്റെ ഉദ്ദേശത്തിലല്ല. പിന്നെയോ അത് ബർഫിയത്തുൻ മഹബ്ബ എന്ന അർത്ഥത്തിലാണ്. എന്ന് പറഞ്ഞാൽ അവർ കരാറുകൾ പൂർത്തീകരിക്കുന്നവരാണ്. ഇത് അഹദു, അവർ കരാർ ചെയ്ത മാത്രയിൽ, കരാർ ചെയ്ത ആ സമയം മുതൽ എന്നുള്ളതാണ്. അഹദു എന്ന് പറഞ്ഞാൽ എന്താ? ഇതാണ് അഹദ എന്നുള്ള ക്രിയയിൽ നിന്നാണ്. അഹദ എന്ന കരാർ ചെയ്തു,
രണ്ട് കക്ഷികൾ ഉണ്ടാവുമല്ലോ, രണ്ട് വ്യക്തികൾ, അവർ തമ്മിലാണ് ഉടമ്പടി. അതാണ് ആഹദ. ആഹദു, അവർ കരാർ ചെയ്തു. അപ്പോൾ ഇത് ആഹദു, അവർ കരാർ ചെയ്ത മാത്രയിൽ തങ്ങളുടെ കരാറിനെ അവർ പൂർത്തീകരിക്കും, അങ്ങനെയുള്ളവരാണ് എന്നാണ്. അപ്പോൾ പിന്നെ ഹുദൈബിയ സന്ധിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹുദൈബിയയിൽ വെച്ച് മുശ്രിക്കീങ്ങളോട് കരാർ ചെയ്തു. ആ കരാർ ചെയ്തു കൊണ്ടിരിക്കെ നമുക്കറിയാം, ഹുദൈബിയയിൽ വെച്ചിട്ട് മുശ്രിക്കുകൾക്ക് വേണ്ടി കരാർ എഴുതാനിരുന്നത് സുഹൈൽ ഇബ്നു അംർ അൽ ആമിരിയാണ്. അപ്പോൾ കരാർ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. 10 വർഷം ഇരു കൂട്ടരും അന്യോന്യം യുദ്ധം പാടില്ല, ഇങ്ങനെ തുടങ്ങിയൊക്കെ കരാറുകളാണല്ലോ. ഇസ്ലാം ആശ്രയിച്ച് ആര് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പക്ഷത്തേക്ക് അല്ലെങ്കിൽ മദീനയിലേക്ക് വരുന്നുവോ, മുസ്ലിങ്ങളുടെ അടുക്കലേക്ക് വരുന്നുവോ, അവർ തിരിച്ചയക്കപ്പെടണം. എന്നാൽ ഇസ്ലാം ഉപേക്ഷിച്ച് ആരെങ്കിലും മക്കയിലേക്ക് അല്ലെങ്കിൽ മുശ്രിക്കുകളുടെ പക്ഷത്തേക്ക് വരികയാണെങ്കിൽ അവർ തിരിച്ചയക്കപ്പെടുകയില്ല എന്നുള്ള കരാർ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. തീർന്നില്ല, ഒപ്പിട്ടിട്ടില്ല, മുദ്ര ചാർത്തപ്പെട്ടിട്ടില്ല. ആ സമയമാണ് സുഹൈൽ ഇബ്നു അംർ അൽ ആമിരിയുടെ മകൻ അബൂജന്തൽ ഹുദൈബിയയിലേക്ക് വരുന്നത്. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച് മക്കയിൽ ബന്ധനത്തിലായിരുന്നു. ആ ബന്ധനത്തിൽ അദ്ദേഹം എന്ത് ചെയ്യാണ്, അവിടുന്ന് രക്ഷപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും ഹുദൈബിയയിൽ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അങ്ങോട്ട് വരികയാണ്, പ്രാണരക്ഷാർത്ഥം ഓടി വരികയാണ്. അപ്പോൾ ഇത് എഴുതിക്കൊണ്ടിരിക്കുന്ന സുഹൈൽ ഇബ്നു അംർ എഴുത്തുകോല് വെച്ചിട്ട് പറയാണ്, ഈ കരാർ പ്രകാരം ആദ്യം ഞങ്ങൾക്ക് വേണ്ടത് ഈ അബൂജന്തലിനെയാണ് എന്ന് പറയണം, മകനെയാണ് എന്ന് പറയണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും വിശ്വാസികളും പറയുന്നുണ്ട്, നമ്മൾ കരാർ എഴുതി തീർന്നില്ലല്ലോ എന്ന്. പക്ഷേ എന്നാലും ഈ കരാർ വ്യവസ്ഥ എഴുതി അതിനെ മഷി ഉണങ്ങണേ ഉള്ളൂ. അപ്പോഴത്തേക്ക് സുഹൈൽ മകനെ ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂജന്തലിനെ തിരിച്ചു നൽകുകയാണ് ചെയ്തത്, കരാർ പാലിക്കുകയാണ് ചെയ്തത്. അതാണ് വൽ മുഫൂന ബി അഹദിഹിം ഇദാ ആഹദു. ആ കരാർ ചെയ്ത ക്ഷണം തങ്ങളുടെ കരാറുകളെ പാലിക്കുന്നവരുമാകുന്നു യഥാർത്ഥ പുണ്യവാന്മാർ, അല്ലെങ്കിൽ അവരുടെ പുണ്യമാകുന്നു യഥാർത്ഥ പുണ്യം. വലാകിന്നൽ ബിർ, അവിടേക്കാണ് ഇതിൻ്റെയൊക്കെ ബന്ധം. ഇവിടെ നമുക്കിതിൽ മനസ്സിലാക്കാനുള്ള ചില വിഷയങ്ങളുണ്ട്. വൽ മൂഫൂൻ ബി അഹദിഹിം, ഈ അഹദ് രണ്ടുണ്ട്. ഒന്ന് മഅൽ ഖാലിഖ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായി ഉള്ള കരാറുകൾ. മറ്റൊന്ന് മഅൽ ഖൽഖ്, പടപ്പുകളുമായി ബന്ധപ്പെട്ടുള്ളതായ കരാറുകൾ. ഇവിടെ ബി അഹദിഹിം ഇദാ അഹദു എന്നാണ്. കരാർ ചെയ്താൽ ആ കരാറിനെ പുലർത്തുന്നവർ, പാലിക്കുന്നവർ എന്നാണ്. അള്ളാഹിനോടുള്ള കരാറുണ്ട്, പടപ്പുകളോടുള്ള കരാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കരാർ നമ്മൾ കുറേ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. യാ ബനീ ഇസ്രായീല ഉദ്കുറൂ നിഅമതി അല്ലതി അൻഅംതു അലൈക്കും വ ഔഫു ബി അഹദി ഊഫി ബി അഹദിക്കും. ഔഫു ബി അഹദി, എന്നോടുള്ള കരാറുകൾ നിങ്ങൾ പൂർത്തീകരിക്കൂ എന്ന് പറഞ്ഞെടുത്ത് അള്ളാഹിനോട് കരാറുകളുണ്ട്. ആ കരാറുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് സ്വീകരിച്ച കരാറുകൾ അത് നമ്മൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അലം അഹദി ഇലൈക്കും യാ ബനി ആദം, മാനവരെ ഞാൻ നിങ്ങളോട് കരാർ ചെയ്തില്ലേ എന്നുള്ളതിൻ്റെ ചോദ്യം സൂറത്ത് യാസീനിൽ. അല്ലാ തഅബുദു ശൈത്താൻ, ശൈത്താനെ നിങ്ങൾ ആരാധിക്കരുത് എന്ന കരാർ. അതേപോലെ വഇദ് അഖദ റബ്ബുക മിൻ ബനി ആദമ മിൻ ദുഹൂരിഹിം ദുർരിയ്യതഹും വഅശ്ഹദുഹും അലാ അൻഫുസിഹിം അലസ്തു ബി റബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലേ എന്ന് ചോദിച്ചിട്ടുള്ള മാനവരോടുള്ള അള്ളാഹുവിൻ്റെ കരാർ. അത് മാനവർ ഈ ഉലകത്തിൽ സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് ആദം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മുതുകിൽ നിന്ന് അവരുടെ ആത്മാക്കളെ എടുത്ത് അള്ളാഹു സ്വീകരിച്ച കരാർ. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള കരാറുകൾ ഉണ്ട്. ആ കരാറുകളുടെ പൂർത്തീകരണം അതിവിടെ ഉദ്ദേശമാണ്. അതാണ് നമ്മൾ അള്ളാഹുവിനോട് ചെയ്യുന്ന പ്രതിജ്ഞ. നമ്മൾ നേരത്തെ സയ്യിദുൽ ഇസ്തിഗ്ഫാറിനെ കുറിച്ച് പറഞ്ഞില്ലേ, പാപമോചന തേട്ടത്തിന് ഏറ്റവും ഉത്തമമായ ദുആ സയ്യിദുൽ ഇസ്തിഗ്ഫാർ. അതിൽ അല്ലാഹുമ്മ അൻത റബ്ബി ഖലഖ്തനി വഅന അബ്ദുക വഅന അലാ അഹദിക വവഅദിക മസ്തതഅതു ഉണ്ടാ. അവിടെ വഅന അലാ അഹദിക, ഞാൻ നിന്നോടുള്ള കരാറിലാണ്. അതേപോലെ തന്നെ വവഅദിക, ഞാൻ നിന്നോടുള്ള ഉറപ്പിൽ, അതേപോലെ തന്നെ വാക്ക് പാലനത്തിലാണ്. മസ്തതഅതു, എനിക്ക് കഴിയുന്നത്ര സാധ്യമാകുന്നത്ര. ഈ അള്ളാഹിനോടുള്ള അഹദ് വഅദ് അത് നമ്മൾ പാലിക്കുക എന്നുള്ളതാണ്. വൽ മൂഫൂന ബി അഹദിഹിം എന്ന് പറഞ്ഞെങ്കിൽ തഫ്സീറുകളിൽ കാണാം ബി ഇക്മാലിഹ, കരാറുകൾ അതിൻ്റെ ഇക്മാൽ, അതേപോലെ തന്നെ അതിൻ്റെ ഇത്മാം,
അതേപോലെ തന്നെ ബിദൂനി നഖ്ദിൻ, അതേപോലെ തന്നെ ബിദൂനി നഖ്സിൻ. കരാറുകൾ അതിൻ്റെ ഇക്മാൽ, ഇത്മാം, പിന്നെ കരാറ് സമ്പൂർണ്ണ അളവിൽ ചെയ്യണം. അതേപോലെ തന്നെ ഇത്മാം അതിൻ്റെ കാല പൂർത്തീകരണത്തോടു കൂടി ചെയ്യണം. എത്ര കാലത്തേക്ക് അത്ര കാലം. അതേപോലെ തന്നെ നഖ്ദിൻ അതിൽ ലംഘിക്കാവതല്ല, നഖ്സിൻ അതിൽ ഭംഗം വരുത്താവതല്ല. അപ്പം നഖ്സില്ലാതെ നഖ്ദില്ലാതെ ഇത്മാമായി ഇക്മാലായി കരാറുകൾ എന്ത് ചെയ്യണം? പൂർത്തീകരിക്കണം എന്നുള്ളതാണ്. അത് ഖാലിഖായ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള കരാറുകൾ. പിന്നെ ഖൽഖിനോടുള്ള അഹദുകൾ, കരാറുകൾ. അത് ഖൽഖിനോടുള്ള കരാറിൽപ്പെട്ടതാണ് നമ്മുടെ പിന്നെ ഉഖൂദുകൾ, അതിൽപ്പെട്ടതാണ്. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു വഅദ്, വാഗ്ദാനങ്ങൾ. ഉഖൂദ് അത് പല നിലക്കുണ്ട്. അഖ്ദുൽ ബൈഅ അല്ലേ, മുആമലാത്ത് ഇടപാടുകൾ, ക്രയവിക്രയങ്ങൾ, കൊള്ളക്കൊടുപ്പുകൾ, അതിൽപ്പെട്ടതാണ് ഇപ്പോൾ ബൈഅ കച്ചവടം. അതേപോലെ തന്നെ ഇജാറത്ത് വാടക, അതിൽപ്പെട്ടതാണ് ഇപ്പോൾ നിക്കാഹ്. അതേപോലെ തന്നെ റഹൻ പണയം, തബറു സദക്കകൾ, സംഭാവനകൾ, പിന്നെ ഹുക്കൂക്കുകൾ. അതൊക്കെ ഭയങ്കര ഒരു വലിയ വിഷയമാണ്. ഹക്ക്, അവകാശങ്ങൾ, ഇതൊക്കെ ഇതിൽപ്പെടും. പലവിധ ഹക്കുകൾ, മുസ്ലിമീങ്ങൾ അന്യോന്യം ഉള്ള കടപ്പാടുകൾ, സഹകരണങ്ങൾ, സഹായങ്ങൾ പോലുള്ളത്, പരസ്പരം പിണങ്ങാതെ സഹോദര്യത്തിൽ വർത്തിക്കുന്ന വിഷയങ്ങൾ തുടങ്ങിയിട്ടുള്ള അതിലൊക്കെ നമ്മൾ വാക്ക് പാലനം നടത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കരാർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ പൂർത്തീകരിക്കൽ, അങ്ങനത്തൊക്കെ പല വിഷയങ്ങളാണ്. ഇതൊരു ഒരു നീണ്ട ഒരു വിഷയമാണിത്, ഈ അഹദിൻ്റെ വിഷയം, ഈ അഹദ് പാലിക്കുക എന്നുള്ള വിഷയം. ഇതിൽ ഇപ്പോൾ നിക്കാഹിൻ്റെ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അഹക്കു ഷുറൂത്ത് അൻ തുവഫു ബിഹി മസ്തഹലൽതും ബിഹിൽ ഫുറൂജ്. വിവാഹ കരാർ അത് നിങ്ങൾ പാലിക്കുവാൻ ഏറ്റവും അർഹമായ അൻ തുവഫു ബിഹി എന്നാണ്. അഹക്കു ഷുറൂത്ത് അൻ തുവഫു ബിഹി എന്നാണ്. നിങ്ങൾ പൂർത്തീകരിക്കൽ, പാലിക്കൽ ഏറ്റവും ഗൗരവപ്പെട്ട ഷർത്തുകളാണ് നിക്കാഹ് എന്ന് പറഞ്ഞു. ഇതുപോലെ ഈ ഗണം വിശാലമാണ്. ഇപ്പോൾ ഈ ഇജാറത്ത് ഉദാഹരണം, അഅതുൽ അജീറ അജ്റഹു ഖബ്ല അൻ യജിഫ ഇർഖഹു എന്നാണ്. അജീറിന് അയാളുടെ അജിർ നൽകണം. നമ്മൾ ഒരാൾ കൂലിക്ക് വിളിച്ച്, അപ്പോൾ അയാൾ അതിനാണ് ഇജാറ എന്ന് പറയാം. വാടക കൊടുക്കുന്ന വിഷയം വരും, അതേപോലെ തന്നെ ഇജാറയുടെ വിഷയം ഇതും ഉൾപ്പെടും. അഅതുൽ അജീറ അജ്റഹു, അജീറിന് കൂലിക്കാരന് നിങ്ങൾ അവരുടെ കൂലി കൊടുക്കണം. ഖബ്ല അൻ യജിഫ ഇർഖഹു, അവൻ്റെ വിയർപ്പ് വറ്റുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞു. സലാസത്തുൻ അന ഖസ്മുഹു യൗമൽ ഖിയാമ, 3 വിഭാഗം ആളുകൾക്ക് ഞാനാണ് തർക്കിക്കുക, ഞാൻ അവരെ തർക്കിച്ച് തോൽപ്പിക്കുമെന്ന ഉദ്ദേശത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിലൊന്ന് റജുലുൻ ഉഅതിയ ബി സുമ്മ ഗദർ, എൻ്റെ പേര് പറഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, എൻ്റെ പേര് പറഞ്ഞ് ഒരാൾക്ക് നൽകപ്പെട്ടു, വാക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും നൽകപ്പെട്ടു, സുമ്മ ഗദർ, പിന്നീട് അവൻ അതിൽ ചതി നടത്തി, വഞ്ചന നടത്തി. വറജുലുൻ ബഅ ഹുറൻ ഫഅകല സമലഹു, സ്വതന്ത്രനായ ഒരു മനുഷ്യനെ വിറ്റ് അടിമയാക്കി വിറ്റിട്ട് അതിൻ്റെ വില തിന്നുന്നവൻ. വറജുലുൻ ഇസ്തഅജറ അജീറൻ, ഒരു വ്യക്തി ഒരു കൂലിക്കാരനെ ഇസ്തഅജറ അജീറൻ കൂലിക്ക് വിളിച്ചു, ഇസ്തഅജറ അജീറൻ ഫസ്തൗഫ മിൻഹു, എന്നിട്ട് ജോലി പൂർണ്ണ അളവിൽ അവനോട് ചെയ്യിപ്പിച്ചു. വലം യുഅതി അജ്റഹു, അവൻ്റെ കൂലി നൽകിയില്ല. നോക്കൂ നിങ്ങൾ, കരാറിലെങ്ങനെ വാക്കിൽ കൃത്യവിലോപം. ഇവരെക്കുറിച്ച് പറയുന്നത് സലാസത്തുൻ അന ഖസ്മുഹു യൗമൽ ഖിയാമ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, 3 കൂട്ടർക്ക് വേണ്ടിയിട്ട് ഞാനാണ് തർക്കിക്കുക, വാദിക്കുക, ഞാൻ അവരെ തോൽപ്പിക്കും എന്ന് പറഞ്ഞു. ഇവിടെ നോക്കി, ഇജാറത്ത് ഉടമ്പടി, അതിൻ്റെ ഒരു ഗൗരവം. ഈ അൽ വഫ നമ്മൾ പറഞ്ഞത്, വാക്ക് നൽകിയത്, അതിനോടുള്ള ആ കൂറ്, അത് നമ്മുടെ ദീനിൽ വളരെ ഗൗരവപ്പെട്ട വിഷയമാണ്. അതിൻ്റെ ഒരു പ്രാധാന്യമാണ് ഇവിടെ നമ്മൾ ഈ പ്രയോഗത്തിൽ പഠിക്കുന്നത്. ഒരിക്കൽ ഈ ആസിം ഇബ്നു കുലൈബ് അൽ ജർമി തൻ്റെ ഒരു അനുഭവം പറയാണ്. ഈ ആസിം ഇബ്നു കുലൈബ്, അദ്ദേഹത്തിൻ്റെ ഉപ്പ കുലൈബ് അൽ ജറമിയോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിധത്തിൽ ബഖീ ഖബർസ്ഥാനിൽ, വിശുദ്ധ മദീനയിലെ ബഖീ ഖബർസ്ഥാനിൽ. അപ്പോൾ അദ്ദേഹം പറയാണ്, ഈ പിന്നെ ആസിം പറയാണ്, ഞാനൊരു ചെറുപ്രായക്കാരനാണ്, പക്ഷേ എനിക്ക്
കാര്യങ്ങൾ ഗ്രഹിക്കാനും മനസ്സിലാക്കാനും സാധിക്കും. വാന ഗുലാമുൻ ആഖിലു അഫം, കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള ആവുന്നുണ്ട്, അത്ര ഒരു പക്വത എത്തിയിട്ടുണ്ട്. ഏതായാലും ഈ ഖബറിസ്ഥാനിൽ ഒരു ജനാസയെ അടക്കം ചെയ്യാനാണ്. ഖബർ ഒരുങ്ങിയിട്ടില്ല, ഖബർ കുഴിച്ചിട്ടുണ്ട്, പക്ഷെ അത് പൂർണ്ണ അളവിൽ ശരിയായിട്ടില്ല, നേരാവിധം കുഴിച്ചിട്ടില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, സവ്വു ലഹദഹാദ, ഈ ഖബർ നേരിക്ക് കുഴിക്കും എന്ന് പറയുന്നത്, ശരിയാക്കാൻ പറയാണ്. നബി തങ്ങൾ അത് പറഞ്ഞുകൊണ്ടേ ഇരുന്നു എന്നാണ്. ഹത്താ ബന്നന്നാസ് അന്നഹു സുന്ന, ഖബർ അതിൻ്റെ ആ പൂർണ്ണ അളവിൽ, കേവലം ഒരു കുഴി പോരാ, അത് നല്ല ശരിയാം വിധമാകല്ല, ഒരു സുന്നത്താണെന്ന് തോന്നും വിധം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആളുകളോട് പറഞ്ഞത്, അമാ ഇന്ന ഹാദാ ലാ യൻഫഉൽ മയ്യിത വലാ യദുർഹു, ഖബർ നേരിക്ക് കുത്തിയാലും ഇല്ലെങ്കിലും, ഖബർ കുഴി വെട്ടി അത് ശരിപ്പെടുത്തിയാലും ഇല്ലെങ്കിലും മയ്യത്തിനൊരു ഉപകാരമോ ഒരു ഉപദ്രവമോ ചെയ്യൂല. ശരിയാണ്, മയ്യത്തിനെ അതിലിട്ടിട്ട് അടക്കം ചെയ്യാൻ അത് മതിയാകും. വലാകിൻ അല്ലാഹ യുഹിബ്ബു മിനൽ ആമിലി ഇദാ ആമില അൻ യുഹ്സിൻ, വലാകിൻ അല്ലാഹ്, പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല യുഹിബ്ബു മിനൽ ആമിൽ, ഒരു കൃത്യം ചെയ്യുന്നവൻ, ഒരു ജോലി ചെയ്യുന്നവൻ, അവനിൽ നിന്ന് അല്ലാഹു ഇഷ്ടപ്പെടുന്നു. ഇദാ ആമിൽ, അവനൊരു തൊഴിലെടുത്താൽ, അൻ യുഹ്സിൻ, അത് നല്ല നിലയ്ക്ക് ചെയ്യണം, ആ ജോലിയോടൊരു കൂറുണ്ടാകണം, താൻ ചെയ്യുന്നത് നല്ല അളവിൽ നേരാം വിധം ശരിയാം വിധം ചൊവ്വായ നിലക്കാക്കണം, ഇത് അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുബന്ധം പറഞ്ഞു എന്നാണ്. ഒരു കുഴി കുത്തിയിട്ടുണ്ട് എങ്കിൽ അത് ഒരു മയ്യത്തിട്ട് അടക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഖലാസ്, മയ്യത്തിനടക്കാതെ മതിയാകും. പക്ഷേ ഒരാൾ ഒരു അമലെടുക്കുമ്പോൾ, ഒരു തൊഴിൽ ചെയ്യുന്ന വ്യക്തി തൻ്റെ തൊഴിൽ ചെയ്യുമ്പോൾ അത് ശരിയാം വിധം ചെയ്യുക എന്നുള്ളത് അള്ളാഹ്ക്ക് ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കുഴി വെട്ടിയതിനെ ഒരു മയ്യത്തിന് അടക്കാനുള്ള നല്ല ഖബറാക്കാൻ പറഞ്ഞുകൊണ്ടേയിരുന്നു എന്നാണ് ആസിം ഇബ്നു കുലൈബ് തൻ്റെ ഒരു അനുഭവം ഉദ്ധരിക്കുന്നത്. ഞാനിതിവിടെ ഉദ്ധരിച്ചത് അൽ മൂഫൂൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ദീനിൽ കരാർ പാലിക്കുന്നവർ, അതേപോലെ തന്നെ വഫാ ഉള്ളവർ എന്ന് പറഞ്ഞാൽ ഈ വഫാ താൻ ഏറ്റെടുത്ത എല്ലാത്തിലും അത് ഒരു തൊഴിലിൻ്റെ വിഷയമാകട്ടെ, അത് കൃത്യമായി ശരിയായി ചെയ്യുന്ന വിഷയത്തിൽ വരെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനാണ്. നമുക്കതിനോടൊക്കെ എന്ത് വേണം? ഒരു വഫാ വേണം. അതിനൊക്കെ ഒരു വാക്ക് പാലനം, കരാർ പാലനം, ഒരു കൃത്യനിർവഹണം അത് നമുക്കുണ്ടാകണം എന്നുള്ളതാണ്. ഏതായാലും ഇവിടെ വൽ മൂഫൂന ബി അഹദിഹിം എന്നുള്ളിടത്ത് നമ്മൾ പറഞ്ഞത് അഹദ് രണ്ടുണ്ട്. അത് ഖാലിഖായ അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുണ്ട്, അതേപോലെ അള്ളാഹിൻ്റെ ഖൽഖിനോട്, പടപ്പുകളോടുണ്ട്. ആ പടപ്പുകളിൽ ഉള്ള ഉടമ്പടികളിൽപ്പെട്ടതാണ് നമ്മൾ പറഞ്ഞു ഉഖൂദുകൾ. ഉഖൂദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടപാടുകളിലുള്ളതായ കരാറുകൾ, ഉടമ്പടികൾ. അതിൽ നമ്മൾ പറഞ്ഞു തബർറു, ബൈ, ഇജാറത്ത്, നിക്കാഹ്, റഹ്ന്, അതേപോലെ തന്നെ ഹക്കുകൾ, അതേപോലെ തന്നെ ഇപ്പോൾ കടം പോലുള്ളതായ ഇടപാടുകൾ, അതൊക്കെ എന്താണ്? അഖ്ദാണ്, അഹദാണ്. അത് പൂർത്തീകരിക്കണം എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ഔഫു ബിൽ ഉഖൂദ്, സത്യവിശ്വാസികളെ നിങ്ങൾ ഉഖൂദുകൾ ഔഫു എന്നാണ്. ഔഫു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ പാലിക്കണം, പുലർത്തണം, പൂർത്തീകരിക്കണം. വ ഔഫു ബിൽ അഹ്ദ് ഇന്നൽ അഹ്ദ കാന മസ്ഊല. അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരിടത്ത് പറഞ്ഞു വ ഔഫു ബിൽ അഹ്ദ്, നിങ്ങൾ അഹദുകൾ പൂർത്തീകരിക്കണം. ഇന്നൽ അഹ്ദ കാന അൻഹു മസ്ഊല, അഹദിനെക്കുറിച്ച്, കരാറുകളെക്കുറിച്ച് ചോദിക്കപ്പെടും. കരാറുകൾ പൂർത്തീകരിക്കുക എന്നുള്ളത് അനിവാര്യമാണ്, നിർബന്ധമാണ്, അതിൽ ലംഘനം പാടുള്ളതല്ല. അത് അഹദിൻ്റെയും അതേപോലെ തന്നെ വഅദിൻ്റെയും വിഷയം ഒരുപോലെയാണ്. നമ്മൾ ആളുകൾക്ക് നൽകുന്ന ഉറപ്പുകൾ, അതാണ് വഅദ്. ആളുകളുമായി നമ്മൾ നടത്തുന്നതായ അഖ്ദുകൾ, ഉടമ്പടികൾ, കരാറുകൾ, അതിലൊക്കെയും അതിൻ്റെ പാലനം, പൂർത്തീകരണം അത്യന്താപേക്ഷിതാണ്. നമ്മൾ ഇസ്ലാമിക ചരിത്രത്തിൽ ഈ വിഷയത്തിലൊരു വലിയ മാതൃക മനസ്സിലാക്കാനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പ്രയോഗം കാണാം. നഫീ ലഹും ബി അഹദിഹിം വനസ്തഈനുല്ലാഹ അലൈഹിം. എന്താ നഫീ ലഹും ബി അഹദിഹിം, അവരോടുള്ള കരാർ നമുക്ക് പൂർത്തീകരിക്കാം. വനസ്തഈനുല്ലാഹ അലൈഹിം, അവർക്കെതിരിൽ നമുക്ക് അള്ളാഹിനോട് സഹായം ചോദിക്കാം എന്നാണ് ഇവിടെ പറയുന്നത്. നഫീ ലഹും, അവർക്ക് നമുക്ക് പൂർത്തീകരിച്ച് നൽകാം. അഹദഹും, അവരോടുള്ള, അല്ലെങ്കിൽ ബി അഹദിഹിം, അവരോടുള്ള കരാർ.
വനസ്തഈനുല്ലാ, അള്ളാഹുവിനോട് നമുക്ക് സഹായം തേടാൻ അലൈഹിം അവർക്കെതിരിൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന രംഗം ഏതാ? ഇത് ബദർ യുദ്ധത്തിൻ്റെ സാഹചര്യത്തിലാണ്. രംഗം ഹുദൈഫ ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഉപ്പ അൽ യമാൻ ഹുസൈൽ എന്നവരും മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരുന്ന വഴിയിൽ അബൂജഹലും കൂട്ടരും ഇവരെ വഴിയിൽ വെച്ച് തടയുകയാണ്. അവർ ബദറിലേക്ക് പുറപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും വിശ്വാസികളോട് ഏറ്റുമുട്ടാൻ അഹങ്കാരപ്പട വലാ തകൂനു കല്ലദീന ഖറജു മിൻ ദിയാരിഹിം ബതറൻ വരിആ അന്നാസ് എന്ന് പറഞ്ഞില്ലേ, അഹങ്കാരം ഉടുത്ത് ലോകരെ കാണിക്കാൻ പുറപ്പെട്ടവരെ പോലെ നിങ്ങളാകരുതല്ലേ. ആ പുറപ്പാട് ഇവരെക്കുറിച്ചാണ് പറയുന്നത്, അബൂജഹലിനെ കുറിച്ചും കൂട്ടരെ കുറിച്ചും. അവർ പുറപ്പെട്ട് വഴിയിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും മദീനയിൽ നിന്ന് അവരും പുറപ്പെട്ടിട്ടുണ്ട് അബൂ സുഫിയാൻ്റെ കച്ചവട സംഘത്തെ തടയുന്നതിന് വേണ്ടി. ആ വഴിയിൽ വെച്ചാണ് ഹുദൈഫയും ഉപ്പ യമാൻ ഹുസൈൽ എന്നവരും പിടികൂടപ്പെടുന്നത്. എന്നിട്ട് അബൂജഹൽ ചോദിക്കുകയാണ്, ഇന്നക്കും തുരീദൂന മുഹമ്മദൻ, നിങ്ങൾ മുഹമ്മദിനെ ലക്ഷ്യം വെച്ചാണ് പുറപ്പെടുന്നതല്ലേ? അപ്പോൾ ഹുദൈഫയും ഉപ്പയും പറയാണ്, മാനുരീദു ഇല്ലൽ മദീന, ഞങ്ങൾ മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിക്കുന്നില്ല, ഞങ്ങൾ മദീനയെ ലക്ഷ്യമാക്കുകയാണ് ചെയ്യുന്നത്, ഞങ്ങൾ മദീനയിലേക്ക് പോവുകയാണ്. അങ്ങനെ ഹുദൈഫ പറയാണ്, ഫഅഖദു മിന്ന അഹദല്ലാഹി വമീസാഖഹു ലനൻസരിഫന്ന ഇലൽ മദീന വലാ നുഖാതിലു മഅഹു. ഈ മക്കക്കാർ അബൂജഹലും കൂട്ടരും ഞങ്ങളോട് അഹദല്ലാഹ്, അള്ളാഹിൻ്റെ പേരിൽ കരാർ സ്വീകരിച്ചു, വമീസാഖഹു, ഉടമ്പടി സ്വീകരിച്ചു, ലനൻസരിഫന്ന ഇലൽ മദീന, മദീനയിലേക്ക് പോകും, വലാ നുഖാതിലു മഅഹു, മുഹമ്മദിനോടൊപ്പം യുദ്ധം ചെയ്യൂല സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വിഷയത്തിൽ മദീനയിലേക്ക് പോകും, മുഹമ്മദിനോടൊപ്പം യുദ്ധത്തിന് പങ്കെടുക്കില്ല എന്നതിൽ അഹദല്ലാഹി വമീസാഖഹു, അള്ളാഹിൻ്റെ പേരിൽ കരാറും ഉടമ്പടിയും സ്വീകരിച്ചു എന്നാണ്. അബൂ സുഫിയാൻ അബൂജഹലും കൂട്ടരും എന്നിട്ടാണ് അവരെ വിട്ടത്. അങ്ങനെ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വരികയാണ്, വഴിയിൽ വെച്ച് കാണുകയാണ്. അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഹുദൈഫയും വാപ്പയും പറയാണ്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് വഴിയിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ബദറിലേക്ക് പോകുമ്പോൾ അബൂജഹലിൻ്റെയും കൂട്ടരുടെയും കൂടെയുള്ള സൈന്യം, അവരുടെ ആയുധ കായിക ബലം എത്രയാണ്? മുസ്ലിമീങ്ങൾ ന്യൂനപക്ഷം, ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവർ, എല്ലാവർക്കും ആയുധവുമില്ല, യാത്രാ വാഹനങ്ങൾ പോലുമില്ല, യുദ്ധ കോപ്പുകളില്ല, ആൾബലം കുറവ്. എന്നിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തനിക്ക് വലിയ സഹായം ആവശ്യമായ സമയത്തും, അത് ഹുദൈഫയെ പോലുള്ളതായൊരു മഹാൻ്റെ സഹായം ആവശ്യമായ സമയത്ത് റസൂലുള്ള പറഞ്ഞാണ്, ഇൻസരിഫ, നിങ്ങൾ രണ്ടുപേരും വാപ്പയും മകനും മദീനയിലേക്ക് പോവുക, നഫീലഹും ബി അഹദിഹിം, അവരോടുള്ള കരാർ നമുക്ക് അവർക്ക് പൂർത്തീകരിച്ചു കൊടുക്കാം, വനസ്തഈനുല്ലാഹ അലൈഹിം, അവർക്കതിൽ നമുക്ക് അള്ളാഹിനോട് സഹായം തേടാം. ഇതാണ് പറഞ്ഞത്. നോക്കൂ നിങ്ങൾ, നഫീലഹും ബി അഹദിഹിം, അതാണ് വൽമൂഫൂന ബി അഹദിഹിം ഇദാ അഹദു, തങ്ങൾ കരാർ ചെയ്താൽ ആ കരാർ ചെയ്ത മാത്രയിൽ തങ്ങളുടെ കരാറിനെ പൂർത്തീകരിക്കുന്നവർ എന്നാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ അത് എത്ര വലിയ പുണ്യം, മഹനീയമായ പുണ്യം അതാണ്. വലാകിന്നൽ ബിർറ മൻ ആമന ബില്ലാഹ് എന്ന് തുടങ്ങി അള്ളാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ പുണ്യത്തെയും ബിറിനെയും അതേപോലെ തന്നെ യഥാർത്ഥമായ പുണ്യാളരെയും പറയുമ്പോൾ ആ ഗണത്തിൽ ഈ ഒരു വിഭാഗത്തെ ഉൾപ്പെടുത്തിയത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനി ആയത്തിൻ്റെ തുടർച്ചയിൽ പല വിഷയങ്ങളും പഠിക്കാനുണ്ട്. അടുത്ത എപ്പിസോഡിൽ ബിഇദ്നില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.